അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായ ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നേണം. കയ്പ് ചീരയോടുകൂടെ അത് തിന്നേണം. തലയും കാലും അന്തർഭാഗങ്ങളുമായി തീയിൽ ചുട്ടിട്ടല്ലാതെ പച്ചയായിട്ടോ വെള്ളത്തിൽ പുഴുങ്ങിയതായിട്ടോ തിന്നരുത്. പിറ്റേനാൾ കാലത്തേക്ക് അതിലൊന്നും ശേഷിപ്പിക്കരുത്. പിറ്റേനാൾ കാലത്തേക്ക് ശേഷിക്കുന്നത് നിങ്ങൾ തീയിലിട്ട് ചുട്ടുകളയണം. അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ ഒടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നണം. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, പെസഹ എന്ന് പറഞ്ഞാൽ കടന്നുപോക്കുന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് വേർപെട്ട് അവരെ മോചനായ മോശയിൽ കൂടെ അവരെ വിടുവിച്ചുകൊണ്ട് കനാൻ ദേശത്തിലേക്ക് പോയതിരിക്കുന്ന ഒരു ഓർമ്മയാണ് എന്ന് പ്രത്യേകം ഓർത്തിരിക്കണം. ഇത് എന്നാൽ മിസ്രൈമിന്റെ അടിമത്തം എന്ന് പറയുമ്പോൾ പിശാചിന്റെ അടിമത്തിൽ കിടന്നതായിരിക്കുന്ന ആ ജനത്തെ ദൈവം വിടുവിച്ചതാണ് ഈ പാസ് ഓവർ എന്ന് ഓർത്തിരിക്കുന്നത്. അപ്പോൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരിക്കുമ്പോൾ നമ്മുടെ പെസഹ കുഞ്ഞാട് മറക്കപ്പെട്ടിരിക്കുന്നു. അത് യേശു ക്രിസ്തു തന്നെ. നമ്മൾ വായിക്കുമ്പോൾ വചനത്തിന്റെ ആഴങ്ങളിൽ നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക, നമ്മുടെ പെസഹ കുഞ്ഞാടായിരിക്കുന്ന കർത്താവ് ഊനമില്ലാത്ത കുഞ്ഞാട്. നമുക്ക് വേണ്ടി പാപയാഗമായി തീർന്നതിനെ ഓർക്കുന്നതാണ് ഈ പെസഹ എന്ന് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കും. ഇന്ന് നമുക്ക് ആക്ഷരികമായി പെസഹ ഇല്ല, എന്നാൽ അവർ പഠിച്ചതായിരിക്കുന്ന എന്തെന്ന് ചോദിച്ചാൽ മരുഭൂമിയിൽ അവർ നിലനിന്നു പോകാൻ കൊണ്ട് പെസഹ കുഞ്ഞാടിനെ അവര് ഭക്ഷിപ്പാൻ കൊണ്ട് പിടിയായി തീർന്നു. ഇന്ന് വൽക്കാലം നമുക്ക് പെസഹ കുഞ്ഞാടായിട്ട് എന്താണ് ഭക്ഷിക്കുന്നത്? കർത്താവിന്റെ തിരുശരീരവും അവന്റെ രക്തവും നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു. പുറകോട്ട് നോക്കുമ്പോൾ കർത്താവ് കാൽവറിയിൽ ആ കുഞ്ഞാടായിരുന്നവൻ അവർക്കപ്പെട്ടു. മുൻപോട്ട് നോക്കുമ്പോൾ കർത്താവിന്റെ വരവിനെ നമ്മൾ കാണുന്നു. ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഈ പെസഹ കുഞ്ഞാടിനെ അല്ലെങ്കിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിനെ നമ്മൾ ദിവസം തോറും ഇത് ആചരിക്കുമ്പോൾ അല്ലെങ്കിൽ മാസം തോറും നമ്മൾ ആചരിക്കുമ്പോൾ നടക്കുന്ന ഒരു സംഭവം എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിൽ ഈ കുഞ്ഞാടിനെ ഭക്ഷിക്കുമ്പോൾ ആരോഗ്യവും ബലവും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. പൗലോസ് വ്യക്തമായിട്ട് കൊരിന്ത്യർ ലേഖനത്തിൽ എന്ന് പറയുന്നുണ്ട്, സഹോദരന്മാരെ നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു എന്ന് വ്യക്തമായിട്ട് അവിടെ കാണുന്നു. അവർ സമുദ്രത്തിലും വെള്ളത്തിലും തീയിലും സ്നാനമേറ്റു എന്ന് നമ്മൾ കാണുന്നു. യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു. നമ്മുടെ പാപങ്ങൾക്ക് ശുദ്ധീകരണം വരുത്തി വരും. അനുദിനമുള്ള ജീവിതത്തിൽ വിശുദ്ധിയോടെ നിർമ്മലതയോടുകൂടെ കർത്താവിന്റെ സന്നിധിയിൽ ജീവിക്കുന്നവർക്കും സ്നാനപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനജലത്തിൽ കർത്താവിനെ സാക്ഷീകരിച്ചവർക്കും ഇതിൽ നിന്ന് ഭാഗവാക്കുകളായി തീരുവാൻ ഗുണം സാധിക്കും. സമുദായ സഭകളിൽ ചെയ്യുന്ന പോലെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വിശുദ്ധിയോ വേർപാടും ഇല്ലാതെ കൊണ്ട് ഇതിൽ പറയുന്ന രക്തവും കർത്താവിന്റെ രക്തം അല്ലെങ്കിൽ അത് അക്ഷരീക രക്തമായിട്ട് മാറുന്നത് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നു. അതിന് നമുക്ക് അവരുടെ ആശയങ്ങൾ എന്തുകൊണ്ടും ആയിക്കോട്ടെ, എന്നാൽ ഒരു കാര്യം വ്യക്തമായിട്ട് നമ്മൾ പറയട്ടെ, എന്ത് വൽക്കാലം പറയട്ടെ, ഇതിൽ യാതൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നില്ല. കർത്താവ് പറഞ്ഞ എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. ഞാൻ വരുവോളം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. രണ്ടാമത്തെ കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഈ പെസഹ കുഞ്ഞാടിനെ പഠിച്ച് ആരും തന്നെ മരുഭൂമിയിൽ അവർക്ക് നടക്കുവാനുള്ളതായിരിക്കുന്ന അനുഗ്രഹങ്ങൾ അവർക്ക് അവരുടെ കാല് ജീർണിച്ചു പോയതില്ല, അവരുടെ ചെരുപ്പ് ജീർണിച്ചു പോയതില്ല എന്ന് നമ്മൾ വ്യക്തമായി കാണുന്നു. തിരുവനന്തപുരത്തിൽ പറയുന്നത് പ്രകാരമാണ്, എന്നെ തിന്നുന്നവൻ എൻ പോലും ജീവിക്കും.